മറുപടി ഒന്നും പറയാതെ പോയാലെങ്ങനെ? വലിയടത്ത് കേശവൻ നായർക്ക് ഒരൊറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. തല പോയാലും കേശവൻ നായർ അതിൽ ഉറച്ചു നിൽക്കുമായിരുന്നു. മകനും അങ്ങനെ ആയിരിക്കും കരുതി തെറ്റി. രസീത് ബുക്കും അഭ്യർത്ഥന അടിക്കാൻ കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഈ വഴിയിൽ വെച്ച് തന്നെ പീതാംബരൻ കാല് മാറുമെന്ന് ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ നാട്ടുകാരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കും? ആലോചിച്ച് നോക്കിയപ്പോ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. പീതാംബരനായതുകൊണ്ട് ഞാനൊരു സത്യം പറയാം. സ്വന്തം മകനെ രാഷ്ട്രത്തിന് സമർപ്പിക്കാൻ സോമനസാലെ ഒരമ്മയും സമ്മതിച്ചിട്ടില്ല. ഇത് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. ഏത് അധ്യായത്തിലാണെന്ന് കൂടി പറഞ്ഞു കൊടുത്താട്ടെ. ആണുങ്ങൾക്ക് വാക്കാ പീതാംബര വലുത്. അത് പെണ്ണുങ്ങളുടെ വാക്ക് കേട്ട് സൗകര്യം പോലെ മാറ്റാനുള്ളതല്ല. എന്റെ മമ്മ എങ്ങാനും ആയിരിക്കണം എന്നെ ഉന്തി തള്ളി ഇറക്കിയന്. പഞ്ചായത്ത് മെമ്പർ ആയെന്ന് കരുതി വേറെ ജോലിക്കൊന്നും പോകാൻ പാടില്ല എന്ന് കാർത്തിയാനിയമ്മ പറഞ്ഞത് ലോകപരിചയമില്ലാത്തതുകൊണ്ടാ. വെള്ളക്കാരെ ഓടിക്കാൻ നടന്നതിനിടയിലും ഗാന്ധിജി നൂലുണ്ടാക്കിയില്ലേ? അങ്ങനെ പറഞ്ഞോട്. അപ്പോ നിക്കല്ലേ? അതിനിത്ര ആലോചിക്കാൻ എന്തിരിക്കണു? നല്ല നല്ല പിള്ളകളെ നമ്പി. പീതാംബരൻ ചേട്ടാ, പിന്നെ കുറച്ചു നേരമായി പുതിയൊരു ബോട്ടുകാരെ നമ്മുടെ പുഴയെ കിടന്ന് കറങ്ങുന്നുണ്ട്. അറവാച്ചന്റെ ആളാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞ, അറവാച്ചന്റെ മോൻ സ്ഥാനാർത്ഥി. ആര് പറഞ്ഞു? അസനാരിക്ക. പിന്നെ വേറെ ഒത്തിരി രണ്ടു മൂന്നുപേരുടെ നിൽക്കുന്നുണ്ടെന്ന്. അധ്യക്ഷൻ പറഞ്ഞത് വേറെ ആരും നിൽക്കുന്നില്ലെന്നാണല്ലോ. ഒരു പൊതു തിരഞ്ഞെടുപ്പ് ആവുമ്പോ വേറെ ആരും കേറി നിൽക്കരുത് എന്ന് പറയുന്നത് മര്യാദകേടാ. ഇതിലോട്ട് തട്ടിയാട്ടെ പോകട്ടെ. സാറേ, സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. നിനക്കല്ല, നമ്മുടെ എതിർ സ്ഥാനാർത്ഥികളുടെ. നമുക്ക് ശുക്രദശയല്ലേ? ഏതായാലും ഇനി പിന്മാറുന്ന ആണുങ്ങൾക്ക് യോജിച്ചതല്ല. അറവാച്ചന്റെ മോനെ എങ്ങനെങ്കിലും തോപ്പിക്കണം. ചേമ്പല മുഴുവൻ വെട്ടിയെടുക്കാൻ താമസിച്ചില്ല. ദ്രോഹി. പൊതുജന സേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച വിദ്യാസമ്പന്നനും സൽസ്വഭാവിയുമായ പീതാംബരനെയാണോ, നാട്ടുകാരുടെ മുഴുവൻ ചോര ഊറ്റിക്കുടിക്കുന്ന സാമൂഹ്യദ്രോഹിയായ അവരാച്ചപുത്രനെയാണോ ഈ നാട്ടുകാർക്ക് ആവശ്യമെന്ന് നമുക്കൊന്നറിയണം. മക്കൾ രാഷ്ട്രീയത്തിനൊരു അറുതി വരുത്തണം. ഇതെങ്ങനെയാ മക്കൾ രാഷ്ട്രീയമാവുന്നത്? അവറാച്ചൻ രാഷ്ട്രീയക്കാരനല്ലല്ലോ. എന്നാലും അയാളൊരു തന്തയല്ലേ. അതുള്ളതാ. കാട് കയറണ്ട. നാം ഇത്രയും നേരം പ്രശ്നത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, പീതാംബരൻ പുഷ്പം പോലെ ജയിക്കും. സുഹൃത്തുക്കളെ, പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു യേശുക്രിസ്തു ആവുമെന്ന്. ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല. ഈ പീതാംബരനിൽ ഈ നിയോജക മണ്ഡലത്തിൽ നിന്നും പീതാംബരൻ ജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇപ്പോഴേ കൊതിപ്പിക്കുന്നില്ല. ഒന്നും ചെയ്യാൻ 1000 കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ചെറുപ്പക്കാരനാണ് പീതാംബരൻ. മാത്രമല്ല ഈ നാട്ടിന്റെ പീതാംബരൻ ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്നി പറയുകയാണ്. ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ തിരഞ്ഞെടുപ്പ് മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും പറയാനില്ല. പീതാംബരൻ ജനസമ്മതനാണ്, പരോപകാരിയാണ്. പീതാംബരന് മറയില്ല, കറയില്ല, രാഷ്ട്രീയ കുപ്രസിദ്ധിയില്ല. പീതാംബരൻ ജയിച്ചാൽ ഞങ്ങളൊക്കെ ചേർന്നായിരിക്കും ഈ പഞ്ചായത്ത് ഭരിക്കുക. അപ്പൊ പിന്നെ പേടിക്കാനില്ലല്ലോ. പീതാംബരന് ഭരണപരിചയം കുറവാണെങ്കിലും എന്റെ ഉപദേശത്തിലൂടെ ഞാൻ അത് നേരെയാക്കിക്കൊള്ളാം. വാഗ്ദാനം കൊടുക്ക്. കടത്തുകൂലി വെട്ടിക്കുറയ്ക്കും, തേങ്ങ എണ്ണക്കുരുവായി പ്രഖ്യാപിക്കും, ഈ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ പാമോയിൽ ഒഴുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പഞ്ചായത്തിന്റെ മുഖച്ഛായ അടിമുടി മാറ്റും. പീതാംബരൻ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുക, എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാതെ നിലംപരിശാക്കുക. കരിഞ്ചന്തക്കാർ തുലയട്ടെ, നന്മയുടെ പ്രതീകം വിജയിക്കട്ടെ. ഇനി
നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പീതാംബരനെ ക്ഷണിച്ചുകൊള്ളു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പറഞ്ഞ വിശേഷണങ്ങൾ എനിക്കിണങ്ങുമെന്ന് തോന്നുന്നില്ല. സാമൂഹ്യ സേവനം നടത്താൻ സ്ഥാനമാനങ്ങളുടെ ആവശ്യമില്ല. എന്റെ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞാൻ ഈ മത്സരത്തിന് തയ്യാറായത്. സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രം അവകാശമാണ്. സ്വതന്ത്രമായി മാത്രം അത് വിനിയോഗിക്കുക. പരപ്രേരണക്ക് വിധേയമായിട്ടല്ല നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്കാണോ എന്റെ എതിർ സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാൽ മതി സുഹൃത്തുക്കളെ. ഞാൻ തോറ്റുപോയാലും നിങ്ങളോടുള്ള എന്റെ സമീപനം പഴയതുപോലെ തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം. പീതാംബരനെ കൊണ്ട് ഇനി പ്രസംഗിപ്പിക്കണ്ട. ഗൊൺസാൽവസ് അച്ഛന്റെ ചരമ പ്രസംഗം പോലെ ഇരുന്നു. ശരിയാ, എലക്ഷൻ പ്രസംഗം എന്നൊക്കെ പറഞ്ഞ ഒരു ആവേശമൊക്കെ വേണ്ടേ? പീതാംബരം പ്രസംഗിച്ചില്ലെങ്കിലും ആ സമയം കൂടി അധ്യക്ഷൻ പ്രസംഗിക്കും. പ്രസംഗിച്ചോട്ടെ, കാക്കയുടെ കൊതിയും തീരും, പശുവിന്റെ കടിയും മാറും. അതുള്ളതാ. പിന്നെ ആ. രസീത് ബുക്ക് അതേപോലെ ഇരിക്കുക. വോട്ട് മാത്രം ചോദിച്ചാ പോരാ, പിരിവും കൂടി ചോദിക്കണം. സ്വന്തം സ്ഥാനാർത്ഥിയാ, ഇഷ്ടം പോലെ പിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ശരിയാ. ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും പീതാംബരന് കിട്ടാനുള്ള വോട്ട് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിരിവിലായിരിക്കണം. കുവൈറ്റിൽ നിന്ന് വിളി വരുന്നത് വരെയുള്ള പിരിവിനെ ഞാനുള്ളൂ. അപ്പൊ നീ അടുത്ത കാലത്തൊന്നും പോകാൻ പോകുന്നില്ലെന്നർത്ഥം. അയ്യോ, നിങ്ങളുടെ ഓരോ വോട്ടും ഉടമടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ പ്രിയങ്കരനായ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി എന്റെ പൊന്നു ഏട്ടന്മാരെ മറക്കരുത്, പീതാംബരനാണ് നമ്മുടെ സ്ഥാനാർത്ഥി. നമ്മുടെ ചിഹ്നം കൊടം. ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ, ഈ പഞ്ചായത്തിലല്ലേ വോട്ട്. ഞങ്ങളിവിടെ പണിക്ക് വന്നതാ. പണിക്ക് വന്നാണല്ലേ? പണിയുന്നൊക്കെ കൊള്ളാം. മര്യാദയ്ക്ക് കിടന്നില്ല ഇടിച്ച് രണ്ടിന്റെ ഷേപ്പ് മാറ്റിക്കളയും. പീതാംബരൻ ജയിച്ചാൽ ഈ പഞ്ചായത്തിലുള്ളവർക്ക് മാത്രം പണി. അതെ. സുഹൃത്തുക്കളെ, തെങ്ങടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി AK കുര്യനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അയ്യോ, ഇവിടെ കയറണോ? കേറിയാൽ എന്താ? ഇവിടെ ആർക്കെങ്കിലും പകർച്ചവ്യാധി? വ്യാധിയും വ്യാഖ്യം ഒന്നും ഉണ്ടായിട്ടല്ല. പാമ്പ് കടിച്ച് മരിച്ച കണ്ണന്റെ വീടാ. അയാളുടെ മോളെ നാടൊട്ടുക്ക് പിരിച്ചു കെട്ടിച്ചത് പീതാംബരനാ. ഏതായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറി ചോദിച്ചിട്ട് പോകുന്ന മര്യാദ. എന്താ കയറാം? ഇവിടെ ആരും ഇല്ലേ? ചേച്ചി, അമ്മച്ചി, പീതാംബരന് വോട്ട് ചോദിച്ച് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നമ്മുടെ ചിഹ്നം കൊടവാണ്. പീതാംബരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അയ്യോ, അത് പിന്നെ പറയണോ? പീതാംബരനെ ആർക്കാ അറിയാത്തത്? അവൻ നല്ലവനാ, ഉപകാരിയാ. തന്തയില്ലാത്ത എന്റെ മോളെ ഇറക്കി വിട്ടത് അവന്റെ മിടുക്കൊണ്ടാ. പക്ഷെ ഒന്നും തോന്നരുത്, വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ. അമ്മച്ചിയാണ് പെണ്ണ്. ഒരു മിനിറ്റ് ഇരുന്നാട്ടെ. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മച്ചി ഇനി കെട്ടിച്ചേക്കാൻ പെമ്മക്കൾ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുകൂടി ഉണ്ട് മോനെ. അതിന് ആരുടെയും കൂടെ അയച്ചുകളയല്ലേ? അതെന്താ? പാർട്ടി വരും കെട്ടാൻ. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട, നന്ദിയില്ലാത്ത. എന്താടാ വിളിക്കുന്നു, ആര്? വന്നു നോക്ക്. അമ്മയാളെ പറഞ്ഞയച്ചിട്ടും ഞാൻ മനഃപൂർവ്വം വരാഞ്ഞതാ. ഞാൻ ബാങ്കിൽ പോയി. ഒരു 2 മാസത്തേക്ക് അവർ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടക്കുക. ദേവൻ കുറച്ച് രൂപ PF ന്ന് എടുത്തരും. പിന്നെ ലോണിന്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. 2 ജാമ്യക്കാർ വേണം. ഒന്ന് ദേവൻ നിൽക്കും, പിന്നെ ഒരാളെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അയാൾ ചാടി പോകാതിരുന്നാ മതി. ഏത് സമയത്താണോ നിന്റെ കയ്യിൽ നിന്ന് ആധാരം എടുത്ത് വെക്കാൻ തോന്നിയത്? നീ ഒരു കാര്യം ചെയ്യണം. 2 മാസത്തിനുള്ളിൽ പൈസ അടയ്ക്കാമെന്ന് മാനേജർക്കൊന്ന് എഴുതണം. അല്ല, ഒരു ഉറപ്പായിക്കോട്ടെ. പോസ്റ്റലായിട്ട് അയച്ചാൽ മതി. ഇന്ന് തന്നെ അയക്കണം. ഇലക്ഷൻ ഞാൻ 1-2 ദിവസം ഇറങ്ങാം. പല കാര്യമായിട്ട് ഓടി നടക്കുന്നോണ്ടാ. നീ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. എത്രയും പെട്ടെന്ന് ഇതിന് പോമഴ ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പോട്ടെ. ചേട്ടനും അവന്റെ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കാന്നോ? കൂട്ടു നിൽക്കുന്നതല്ല, അവൻ വന്നൊരു കാര്യം പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാതിരിക്കുക? പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവനൊരു അംഗീകാരം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമല്ലേ? അവനൊരു കര പറ്റുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ആച്ചല്ലേ? നീ അത് അവനങ്ങ് കൊടുത്തേരെ. 8000 രൂപയുണ്ട്. പിള്ളേരുടെ കാതിലെയും കഴുത്തിലെയും പൊട്ടും പെടിയും പെറുക്കി പണയം വെച്ചതാ. ഏതായാലും അവൻ വരുമ്പോ നീ പറഞ്ഞാൽ ഞാൻ വന്നേച്ചു പോയെന്ന്. വാ വാ. ഞാനേ വൈകിട്ടത്തേക്കുള്ള അധ്യക്ഷ പ്രസംഗം ഒന്ന് എഴുതി പഠിക്കുകയായിരുന്നു. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലായി.
മനസ്സിലായില്ല. അവറാച്ചനും മോനും കൂടെ വീട് വീടാന്തരം കയറി ഇറങ്ങി ആളുകൾക്ക് കാശ് കൊടുക്കുക. വോട്ടുകൾ ഒരുപാട് മറിയും. ചുമ്മാ കിടന്നുറങ്ങിയവനെ വിളിച്ചുണർത്തി തെങ്ങേ കയറ്റി എന്ന് പറഞ്ഞ പോലായി പീതാംബരന്റെ കാര്യം. പീതാംബരൻ എങ്ങാനും തോറ്റാൽ നമ്മളാവും ഉത്തരവാദികൾ. സമ്മതിദാനാവകാശം വിലയ്ക്ക് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെതിരാ. അല്ലെങ്കിൽ ഇരിക്കുന്നു മേടിക്കാൻ. ഒരു പൈസ പോലും സംഭാവന കിട്ടാതെ രസീത് ബുക്ക് പോലും നമ്മളെ നോക്കി നാണിച്ച് പല്ലിളിക്കുക. ആളുകളുടെ മനസ്സ് മാറ്റണം, അത്രയല്ലേ വേണ്ടൂ. അത് ഞാൻ ഏറ്റു. ഒരു സഹതാപ തരംഗം സൃഷ്ടിച്ചാലോ? ആ? അങ്ങനെ എങ്ങനെ? വഴിയുണ്ട്. പണ്ട് കർത്താവിന് ഒറ്റുകൊടുക്കാൻ നേരത്ത് ഉം. യൂദാസും ഒരു പെഗ് അടിച്ചിരുന്നു. ഉഹും. പീതാംബരനെ പോലെ ഒരു നല്ല മനുഷ്യനായിട്ട് പണിയണമെങ്കിൽ ഉം. എവന്റെ പിൻബലമില്ലാതെ പറ്റത്തില്ല. ഉം. ഉമ്മിണി ആ ചെമ്മിണി കൂടെ അടിക്കും. പ്രവർത്തിക്കാനുള്ളതായി. ഇനി കുടിച്ച ഞാൻ വാള് പണി. എന്നാ വേണ്ട. ഉം. പണ്ടാണെങ്കിൽ ലാവിഷായിട്ട് ഛർദിക്കായിരുന്നു. ഇപ്പൊ ചാരായത്തിനും തീ പിടിച്ച വിലയാ. ജോക്കി, ഇനി മോന്തിക്കൊണ്ടിരുന്ന അവരങ്ങ് പോവും. പറഞ്ഞ വഴി കൂടെ തന്നെ അധ്യക്ഷൻ വരുമോ? ആ പീതാംബരനോട് കൂറുള്ളവൻ അച്യുതൻ നായർ. അയാളൊരു വാക്ക് പറഞ്ഞ വാക്ക വൃത്തികെട്ടവൻ. അത് ശരിയാ. നാറിയാണെങ്കിലും അയാൾ ആള് നല്ലവനാ. കണ്ണ് കാണാമല്ലോ. ദേ, വരുന്നുണ്ട്. വേഗം. ആ മുഖം മൂടിയിട. പൊക്കോ നിക്ക് നിക്ക്. കിട്ടിയ അവസരം പാഴാക്കരുത്. അച്യുത നായർക്ക് ഒരെണ്ണം കൊടുത്തേരെ. അയാളല്ലേ സൂത്രധാരകൻ. നന്നായിട്ട് പെരുമാറു കുഞ്ഞുങ്ങളെ. പോ. എങ്ങനെ കണക്ക് കൂട്ടിയാലും ഒരു 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കേണ്ടതാ. പക്ഷെ നമ്മുടെ ആളുകൾക്കുള്ള ഒരു പരാതി, ആ? താൻ നേരിട്ട് അവരോട് വോട്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാ. നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവർക്ക് തോന്നിട്ട് വേണല്ലോ ചെയ്യാൻ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അതുവല്ലോ നടക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് അധപ്പതിച്ചിരിക്കുകയല്ലേ. അയ്യോ അയ്യോ എന്നെ തല്ലല്ലേ, അച്യുതനാരാ, അച്യുതനാരാ, എന്നെ തല്ലല്ലേ, എന്നെ തല്ലല്ലേ, അയ്യോ. അയ്യോ തല്ലല്ലേ. അയ്യോ എന്റെ അമ്മേ, എന്നെ കൊല്ലുന്നേ. അയ്യോ വോട്ട് കിട്ടും. പുഷ്പം പോലെ ജയിക്കും.